വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാൻ പാകിസ്ഥാന്റെ പിടിയിലായത് മുതൽ ലോകം ഉറ്റുനോക്കിയിരുന്നത് ഇന്ത്യ ഇത് എങ്ങനെ പരിഹരിക്കുമെന്നാണ്. ജനീവ കരാർ അനുസരിച്ച് ആക്രമണത്തിനിടെ അതിർത്തിക്കപ്പുറത്ത് പെട്ടുപോകുന്ന സൈനികനെ മാതൃരാജ്യത്തിന് വിട്ടു നൽകണമെന്നാണ്. എന്നാൽ പാകിസ്ഥാൻ അതിന് തയ്യാറാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. കാരണം ബാലാക്കോട്ടെ ഇന്ത്യൻ ആക്രമണം പാക് സൈന്യത്തിന്റെയും പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെയും മുഖത്തേറ്റ അടിയായിരുന്നു. പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വഴങ്ങാതെ അഭിനന്ദിനെ ആദ്യം മോചിപ്പിക്കാനാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത്. ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അമേരിക്കയും സൗദി അറേബ്യയും UAEയും അതിന് അനുകൂലമായ നിലപാട് എടുക്കുകയും പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. അതോടെ പുലിയെ പോലെ നിന്ന പാക് സൈന്യം എലിയെ പോലെ മാളത്തിലോടി ഒളിച്ചു. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തുടക്കം മുതൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടെങ്കിലും അവരുടെ സൈന്യം തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും വ്യാജ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. തീവ്രവാദത്തിനും തീവ്രവാദ സംഘടനകൾക്കുമെതിരെ ആദ്യം നടപടി സ്വീകരിച്ച ശേഷം ചർച്ചയാകാമെന്ന ഇന്ത്യൻ നിലപാടിന് ലോകരാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെ പാകിസ്ഥാൻ ഒറ്റപ്പെടുകയായിരുന്നു. ജെയ്ഷ് ഇ മുഹമ്മദ് തലവൻ മസൂദ് അസർ പാകിസ്ഥാനിലുണ്ടെന്ന് അവരുടെ വിദേശകാര്യമന്ത്രിക്ക് പരസ്യമായി പറയേണ്ട സാഹചര്യമുണ്ടായി. അത് ഇന്ത്യയുടെ വലിയ വിജയമാണ്. ലോകരാജ്യങ്ങളെ ഇന്ത്യയുടെ കീഴിൽ അണിനിരത്തിയാണ് ഈ നയതന്ത്ര വിജയം നേടിയത്. തീവ്രവാദത്തിനെതിരെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന വ്യക്തമായ സന്ദേശം ലോകത്തിന് നൽകാനും ഇന്ത്യക്കായി. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് ബന്ധമില്ലെന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആവർത്തിച്ച് പറയുമ്പോഴും ജെയ്ഷ് ഇ മുഹമ്മദിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ നൽകിയത് പരിശോധിക്കുമെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹദൂദ് ഖുറേഷി വ്യക്തമാക്കി. മസൂദ് അസറിനെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും UN സുരക്ഷാ കൗൺസിലിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഇന്ത്യ പാക് പ്രശ്നത്തിൽ മൂന്നാമതൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ലെന്ന ശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെടാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അത് പല ലോകരാജ്യ നേതാക്കളെയും ഞെട്ടിച്ചു കളഞ്ഞു. പാകിസ്ഥാന് സൈനിക അലവൻസ് ഉൾപ്പെടെ നൽകുന്ന രാജ്യമാണ് അമേരിക്ക. എന്നാൽ തീവ്രവാദത്തിനെതിരായ നിലപാട് അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ലെന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഇന്ത്യ ട്രംപിന്റെ മധ്യസ്ഥത തള്ളിക്കളഞ്ഞത്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിലെ അംഗരാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിലയുറപ്പിച്ചു എന്നതും വലിയ നേട്ടമാണ്. തങ്ങളുടെ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാനാവില്ലെന്ന് പാകിസ്ഥാൻ അറിയിച്ചിരുന്നു. എന്നാൽ ഇസ്ലാമിക് കോർപ്പറേഷൻ ഇക്കാര്യം തള്ളിക്കളഞ്ഞു. തുടർന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹദൂദ് ഖുറേഷി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു. അങ്ങനെ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ എല്ലാ രീതിയിലും ഒറ്റപ്പെടുത്തിയതോടെ പാകിസ്ഥാൻ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയാതെ രക്ഷയില്ലെന്ന അവസ്ഥയിലായി. അതിന്റെ തുടക്കമാണ് അഭിനന്ദന്റെ മോചനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.